ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഫാസ്റ്റിംഗ് കഴിയുന്നതിനോടനുബന്ധിച്ച് കുടിക്കുന്ന പാനീയമാണ് തരിക്കഞ്ഞി. എൻ്റെ സബ്സ്ക്രൈബറായ നസ്രീന തന്ന റെസിപ്പിയാണ് മലബാറിൻ്റെ സ്വന്തം തരിക്കഞ്ഞി. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 1/4 കപ്പ് വെള്ളം ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. കൂടുതൽ മധുരം വേണ്ടവർ 6 ടേബിൾ സ്പൂൺ ആക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ചാലിച്ച് മുഴുവൻ ഇതിൽ അലിഞ്ഞു ചേരണം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ ഈ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതാണ് മറ്റു റെസിപ്പികളിൽ നിന്നും ഇത് വ്യത്യസ്തമായിരിക്കുന്നത്. പക്ഷേ നല്ലതായിട്ട് 1 മിനിറ്റ് കൊണ്ട് ഈ റവ ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത് വരികയും ചെയ്യും. ഞാൻ റോസ്റ്റ് ചെയ്ത 3 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിലേക്കിടുക, നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു ലോ ടു മീഡിയം ആ ഹീറ്റിൽ വെക്കുക. അപ്പോൾ കരിഞ്ഞു പിടിക്കത്തുമില്ല, പക്ഷേ നല്ലതായിട്ട് വെന്തും വരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുടർച്ചയായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. 1 മിനിറ്റ് ഇത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരുന്നതായിരിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുക. എല്ലാം കൂടെ വെന്ത് വരാനായിട്ട് കറക്റ്റ് 1 മിനിറ്റ് സമയം മതി. ഇത് വെന്ത് വരുന്ന മിശ്രിതത്തിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, അത് ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പശുവിൻ്റെ പാലാണ്. 3 കപ്പ് നല്ല കൊഴുത്ത പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഇവിടെ ഒന്നും ചേർക്കുന്നില്ല, കാരണം നേരത്തെ തന്നെ റവ വേവിച്ചത് വെള്ളത്തിലാണ്. 3 കപ്പ് കൊഴുത്ത പാലും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ഒന്ന് തിളച്ച് നല്ലതായിട്ട് ബബിളപ്പ് ചെയ്തതിന് ശേഷം ഒരു 7 മിനിറ്റ് കൂടെ ഒന്നുകൂടെ മീഡിയം ഹീറ്റിൽ തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് ഒരു കുറുകിയ പരുവത്തിലേക്ക് വരും. ഒത്തിരി കുറുകേണ്ട കാര്യമില്ല, കാരണം റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ കുറുകും. ഈ പരുവമാകുമ്പോഴത്തേക്ക് നല്ല കൊഴുത്ത 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർക്കുക. 3 കപ്പ് പശുവിൻ്റെ പാല്, 1/2 കപ്പ് തേങ്ങാപ്പാൽ, ഇതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. തീ വളരെ ലോ ആയിരിക്കണം. 1-ാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് മൂപ്പിച്ചിടുന്ന സാധനങ്ങളാണ് 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് നല്ലതായിട്ടൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് 15 കാഷ്യൂസാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂസ് നല്ലതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം, അത് മാറ്റുക. അടുത്തത് ബദാം, 7 ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. അതിനുശേഷം ഒരു 10 ഉണക്കമുന്തിരി, അത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യുക. ഇതും കൂടി ഒന്ന് മൂപ്പിച്ച് മാറ്റുക. അതിനുശേഷം നിർബന്ധമായിട്ടും ഇടേണ്ടതാണ് 10 കൊച്ചുള്ളി മൂപ്പിച്ചത്. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നേരത്തെ തന്നെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂസും ആൽമണ്ട്സും റേസിൻസും കൂടെ ഇട്ട് ചൂടാക്കി ഈ ചൂടാക്കിയ നെയ്യോടുകൂടി ഈ തരിക്കഞ്ഞിയിലേക്ക് ഇടുക. വളരെ രുചികരമാണ്, സൂപ്പർ ടേസ്റ്റിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ നോമ്പിൻ്റെ സമയത്ത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈന തോമസ്.